അവരും നാടകം കളിക്കുന്നു, നമ്മളും നാടകം കാണാൻ കയറി. അതാണ് ഞാൻ പറഞ്ഞത്, ഞാനും ആടി വരികയാണെന്ന്. ഇഷ്ടപ്പെടണം, അതാണ് അതിൻ്റെ യഥാർത്ഥം. അതിലല്ലേ ഇത് ഇത്രയും കാട്ടിക്കൂട്ടിയത്. നമ്മളെ എൻഗേജിങ് ആയിട്ട് പിടിച്ച് തിയേറ്ററിൽ ഇങ്ങനെ പിടിച്ചങ്ങ് ഇരുത്തും. എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു അഴിഞ്ഞാട്ടം പ്രതീക്ഷയാണ് വന്നത്, പക്ഷെ അത്രത്തോളം ആട്ടമൊന്നും ഇല്ലായിരുന്നു. നല്ല പടം, നല്ല പടം. ജസ്റ്റ് അവാർഡ് സിനിമയാണ്. ഇങ്ങനെ ഒരു കണ്ടുകൊണ്ടിരിക്കാനായിട്ടുള്ള ഇത്, പ്രത്യേകിച്ച് കോമഡി അങ്ങനെ ഇതായിട്ടൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കുക. ഒന്നുമില്ല, പോരാ പടം, പോരാ, ഒന്നുമില്ല പടത്തിൽ. എല്ലാം കൊണ്ട് കിടിലം. അതായത് ഇതിൽ BGM ഒക്കെ ഭയങ്കര കുറവാണ്, പക്ഷേ എന്നാൽ പോയി എൻഗേജിങ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി എൻഗേജിങ് ആയിരുന്നു കിടിലം. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് നല്ലൊരു കിടിലം പടമായിരിക്കും ഇത്. നമ്മളെ എൻഗേജിങ് ആയിട്ട് പിടിച്ച് തിയേറ്ററിൽ ഇങ്ങനെ പിടിച്ചങ്ങ് ഇരുത്തും. അവസാനം വരെ നമ്മൾ ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അടിപൊളി പടം, ഒരു രക്ഷയില്ല, കണ്ട് ബോറടിക്കുകയില്ല, അങ്ങ് കണ്ടിരിക്കും. നല്ല വ്യത്യസ്തമായ ഒരു പടം, നല്ല സിനിമയാണ്, കാണാൻ എല്ലാവർക്കും കുഴപ്പമില്ല. പുതിയ ഒരു സ്റ്റൈലും നല്ല ഇതും. എല്ലാവരും എന്തെല്ലാം കാണാമെന്ന് വിചാരിക്കും, പക്ഷേ ഒന്നും കാണാനില്ല. നാടകം, ഇതൊരു നാടകം, അത്രയായിട്ട്. കഥയും അങ്ങനെ തന്നെയല്ലോ, പുതിയ രീതിയിലുള്ള കഥയാണല്ലേ. ഇഷ്ടപ്പെടണം, അതാണ് അതിൻ്റെ യഥാർത്ഥം. അതിലല്ലേ ഇത് ഇത്രയും കാട്ടിക്കൂട്ടിയത്. ആട്ടം സിനിമ കൊള്ളാം, പുതിയൊരു അറ്റംപ്റ്റാണ് കണ്ടത്. അവർ CBI അന്വേഷണം പോലെ നടത്തേണ്ട ഒരു കേസാക്കാതെ നല്ല രീതിയിൽ അത് കൊണ്ടുപോയി. ലാസ്റ്റ് വരെയും നല്ല ഒരു ടൈമിംഗ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഇങ്ങനെയുള്ളത് സാമാന്യമൊക്കെ തെറ്റില്ല, പാട്ടുകളൊന്നുമില്ലെങ്കിലും ഒരു നാടകത്തിൻ്റെ കഥയിൽ ഒരു സ്ത്രീയെ സംശയിക്കുന്നതിൻ്റെ കഥ അത് പറയാനായിട്ട് വേറെ ഒന്നുമില്ല. അത്രയേ ഉള്ളൂ, ഒരു നാടകം കണ്ട ഇതേ ഉള്ളൂ. അവരും നാടകം കളിക്കുന്നു, നമ്മളും നാടകം കാണാൻ കയറി. അതാണ് ഞാൻ പറഞ്ഞത്, ഞാനും ആടി വരികയാണെന്ന്. ഒറ്റ വാക്കിലാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ കാലത്ത് ഓടുമെന്നുള്ള, ചിലതൊക്കെ ഓടിയാൽ നല്ലത്, അവരെ കാശ് മുതലാവണ്ടേ. ആട്ടം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആട്ടം ഇപ്പോൾ ഞാൻ പറഞ്ഞ റിവ്യൂ തന്നെയാണ് ഇപ്പോൾ 2-3 എടുത്ത് പറഞ്ഞ്. അതെന്ന് വെച്ചാൽ ഒരു ഡ്രാമ കാണുന്ന ഫീലോട്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ പടം. അതുപോലെ തന്നെ നമ്മൾ കൂടുതലും ഡ്രാമ ആർട്ടിസ്റ്റുകളാണ് കൂടുതലുള്ളത്. പക്ഷേ സാധാരണ ഡ്രാമ ആർട്ടിസ്റ്റുകൾ സിനിമകളിലേക്ക് വരുമ്പോൾ അവർ ഇതൊക്കെ ആഡ് ചെയ്തു. പക്ഷേ അതൊന്നും എന്താ പറയുക, അവരുടെ അഭിനയത്തിൽ അത് ഫീൽ ചെയ്യാൻ പറ്റും. അത് അവരുടെ കുറവൊന്നുമല്ല, പക്ഷേ അതൊന്നും ഇതിനെ പടത്തില്ല. പക്ക ആ കഥയ്ക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ ആ തിരക്കഥയ്ക്ക് എന്താണോ വേണ്ടത്, അത് കൃത്യമായിട്ട് അവർ ചെയ്യുക. ഇപ്പോൾ ഇത് എല്ലാ ആർട്ടിസ്റ്റും പുതുമുഖങ്ങളൊന്നും അല്ല, എന്നാലും അവർ അപ്പോൾ ഞാൻ വരെ പല സിനിമകളിലൊക്കെ അവിടെയൊക്കെ അങ്ങ് ചെറുതും വലുതായിട്ടുള്ള വേഷങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് തോന്നത്തില്ല. ഇവർ നമ്മൾ സ്ഥിരമായിട്ട് സിനിമകൾ കാണുന്ന ആർട്ടിസ്റ്റുകളെ പോലെ പക്ക രീതിയിൽ പടം മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തിരക്കഥ സംവിധാനം അതുമാത്രമല്ല മറ്റുള്ള ടെക്നിക്കൽ സൈഡ്സ് എല്ലാം പക്കയായിട്ടുണ്ട്. ക്യാമറ നന്നായിട്ടുണ്ട്. അതുപോലെ കൂടുതലും മ്യൂസിക് വളരെ കുറവാണ്. SFX ആണ് കൂടുതലും വെച്ചിരിക്കുന്നത്. മ്യൂസിക് കുറഞ്ഞ സൗണ്ട് എഫക്ട്സിലൊക്കെയാണ് സാധനം പോയിരിക്കുന്നത്. അതുകൊണ്ട് പടം ടോട്ടലി അടിപൊളിയാണ്. ആൾക്കാർ കണ്ടു നോക്കട്ടെ. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ SFX ഭയങ്കര രസമാണ്. അത് തിയേറ്ററിൽ തന്നെ കേട്ടാൽ ഭയങ്കര രസമായിരിക്കും. പിന്നെ ആളുകളുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ ആളുകൾ പലതും എടുക്കും. ഈ പടം പറയാൻ പറ്റില്ല. ചിലപ്പോൾ ലാഗാണെന്ന് പറയാൻ ബോറാന്ന് പറയാം. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യില്ല. എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാലും തിയേറ്ററിൽ നിന്ന് കാണാൻ ശ്രമിക്കുക. ആട്ടം ഞാൻ ഒരു ഈ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ കണ്ട് റിവ്യൂ കണ്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് വന്നത്. അപ്പോൾ ആ ഒരു എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു അഴിഞ്ഞാട്ടം പ്രതീക്ഷയാണ് വന്നത്, പക്ഷെ അത്രത്തോളം ആട്ടമൊന്നും ഇല്ലായിരുന്നു. ഞാൻ വിനയ് ഫോർട്ടിൻ്റെ ഒരു സോളോ ആട്ടം പ്രതീക്ഷ വന്നു. പക്ഷേ വിനയ് ഫോർട്ട് ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലൊരു ക്യാരക്ടറായിട്ട് അങ്ങ് ഒതുങ്ങി പോവുമായിരുന്നു സത്യം പറഞ്ഞാൽ. ഈ സിനിമയ്ക്ക് ഒരു മെസ്സേജ് സ്ട്രോങ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ മനുഷ്യൻ എത്രത്തോളം സ്വാർത്ഥനാണെന്ന് ഈ സിനിമയിൽ കാണുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് മനസ്സിലാവും. കാരണം നമ്മളെ മനുഷ്യൻ്റെ ചിന്താഗതി എന്ന് പറയുന്നത് മിനിറ്റ് വെച്ച് മാറുന്ന ചിന്താഗതിയാണ്. ഇപ്പോൾ ഒന്ന് വിചാരിക്കും, അതെല്ലാം നമ്മുടെ ഒരു സെൽഫിഷ്നെസ്സിന് ഇതിൽ കൂടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ മനുഷ്യൻ എത്രത്തോളം സ്വാർത്ഥനാണെന്ന് ഈ സിനിമയിൽ കിട്ടിലായിട്ട് കാണിക്കുന്നുണ്ട്. അതല്ലാതെ ആ ഒരൊറ്റ മെസ്സേജ് അല്ലാതെ എനിക്ക് സിനിമ അങ്ങനെ ഒരു ആട്ടം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. IFFKയിൽ സത്യം പറഞ്ഞാൽ സിനിമയ്ക്ക് ഒരു മെസ്സേജ് ഉണ്ട്. ഞാൻ ഒരു ഡോക്യുമെൻ്ററി ടൈപ്പാണ് ഈ സിനിമ. ഒരു കുഞ്ഞ് ഷോർട്ട് ഫിലിമിനൊക്കെ ഉള്ള വകുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുഞ്ഞു കാര്യം, ഒരു രാത്രി നടക്കുന്ന ഒരു ചെറിയൊരു സംഭവത്തിനെ കുറിച്ച് പറഞ്ഞൊരു സാധനം. അത്രത്തോളം ഇതിൽ നടി അത്യാവശ്യം അഴിഞ്ഞാടിയിട്ടുണ്ട്. ഇതിൽ ഈ കഥയുടെ ത്രെഡ് എന്ന് പറയുന്നത് ഒരു അഴിഞ്ഞാട്ടത്തിൻ്റെ കഥയാണ്. ബാക്കി എല്ലാവരും കൊള്ളായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ വിനയ് ഫോർട്ടിൻ്റെ ഒരു ഒറ്റയ്ക്കുള്ളൊരു അഴിഞ്ഞാട്ടം പ്രതീക്ഷ വന്നു, പക്ഷേ അത്രത്തോളം ആട്ടം ഇല്ലായിരുന്നു. എന്നാലും സിനിമ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. സാധാരണ ഈ ഫിലിം ഫെസ്റ്റിവലിന് വന്ന ആൾക്കാർ ഏറ്റെടുക്കുന്ന പോലെ അത് ഫിലിമിനെ കുറിച്ച് അറിയാമെന്നുള്ള ആൾക്കാരാണ്. അവർ നോർമൽ ഓഡിയൻസ് ആണ് നമുക്ക് തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ അവർക്കൊരു ലാഗ് ഇഴച്ചിലുള്ള ഒരു സിനിമയായിട്ട് തോന്നും, അത്രയേ ഉള്ളൂ.